വിലപേശലല്ല, വെള്ളാപ്പള്ളി നടേശൻ വി.ഡി. സതീശനെ കുറിച്ച് ആലോചിച്ചുറപ്പിച്ച് പറഞ്ഞതാണ്. കാരണം ഞാൻ ആവർത്തിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു, കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞതിൽ നിന്ന് കടുപ്പിച്ചപ്പോൾ തന്നെ അടുത്ത ചോദ്യമായി നമ്മൾ ഉപചോദ്യം ചോദിക്കുമല്ലോ, എന്തുകൊണ്ട് അദ്ദേഹം ഇത്രയും കടുപ്പിച്ച് പറയുന്നു. രാവിലെ പ്രഭാത വ്യായാമത്തിനായി ഇറങ്ങുകയായിരുന്നു അദ്ദേഹം. നമ്മൾ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം, ഒരു 1-to-1 ഇൻട്രാക്ഷൻ നമ്മുടെ റിപ്പോർട്ടറുമായി നടത്തുമെന്നാണ് കരുതിയത്. പക്ഷേ അദ്ദേഹം ആരാണ് സ്റ്റുഡിയോയിലെന്ന് ചോദിക്കുന്നു. അതിനുശേഷം വളരെ പെട്ടെന്നാണ് വന്നിരിക്കുന്നത്. അതൊരു പ്ലാൻഡ് ഇൻ്റർവ്യൂവേ അല്ല. അപ്പോൾ ശരിക്കും അദ്ദേഹം ഇത്രയും കടുപ്പിച്ച് പറയുമ്പോൾ ഞാൻ സർപ്രൈസ്ഡായി എന്നുള്ളതാണ് സത്യം. വെള്ളാപ്പള്ളി നടേശൻ വി.ഡി. സതീശനെ കുറിച്ച് പറയാൻ ഉറപ്പിച്ചു തന്നെ വന്നതാണ് എന്നത് പിന്നീടുള്ള ഉത്തരങ്ങളിൽ നിന്ന് ബോധ്യപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതിൽ അദ്ദേഹം എടുത്തു പറഞ്ഞ കാര്യം, 2 വട്ടം അദ്ദേഹം പറഞ്ഞു, എനിക്ക് 87 വയസ്സായി, ഞാൻ കുറേ നേതാക്കളെ അടുത്ത് കണ്ടിട്ടുള്ളതാണ്. അതിൽ നിന്നുള്ള ആ പ്രായത്തിനിടയിൽ കണ്ടിട്ടുള്ള നേതാക്കളിൽ നിന്നുള്ള എൻ്റെ വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ്, പൂർണ്ണ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വി.ഡി. സതീശനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ഞാൻ മറ്റ് നേതാക്കളെക്കുറിച്ചും ചോദിക്കുന്നുണ്ട്. അപ്പോൾ കമ്പാരിസൺ വരുമ്പോൾ വി.ഡി. സതീശൻ വേഴ്സസ് രമേശ് ചെന്നിത്തല, അതിൽ യോഗ്യൻ രമേശ് ചെന്നിത്തലയാണെന്ന് ഒരു സംശയമില്ലാതെ അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ്. അതൊരു ക്ലിയർ കട്ട് സ്റ്റേറ്റ്മെൻ്റ് ആണ്, ഒരു വിലപേശലായി ഞാൻ കരുതുന്നില്ല. കാരണം ഇപ്പോൾ UDF അധികാരത്തിലിരിക്കുമ്പോൾ അതിൽ ഏതെങ്കിലും ഒരാളുടെ ഭാഗമായി നിൽക്കുക, അതിനുമൊക്കെ അപ്പുറം 2026 നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ, ആ തെരഞ്ഞെടുപ്പിൽ തന്നെ അദ്ദേഹം പറയുന്നത് എന്താണ്, LDFന്റെ 3ാം സർക്കാർ വരാനാണ് സാധ്യത എന്ന് അടുത്ത ചോദ്യത്തിന് ഉത്തരമായി അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അധികാരത്തിൽ വരാൻ സാധ്യതയില്ല എന്നൊരു ഭാഗത്ത് അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ തന്നെ മറുഭാഗത്ത് അധികാരത്തിൽ വരികയാണെങ്കിൽ, UDF വരികയാണെങ്കിൽ മുഖ്യമന്ത്രിയാകാൻ യോഗ്യൻ രമേശ് ചെന്നിത്തലയാണ്, വി.ഡി. സതീശന് അതിനുള്ള യോഗ്യതയില്ല എന്നുള്ള അദ്ദേഹത്തിന്റെ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് അദ്ദേഹം പങ്കുവയ്ക്കുകയാണ് ചെയ്തത്. ഇതിൽ വി.ഡി. സതീശന് പിന്നിലാണ് കോൺഗ്രസ് അണിനിരക്കുന്നത്, വി.ഡി. സതീശൻ അത്ര വലിയ നേതാവാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നവർക്കുള്ള ഒരു മറുപടിയാണ് ഇന്ന് മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെ മൗനം. ഇന്ന് യഥാർത്ഥത്തിൽ മുതിർന്ന കോൺഗ്രസ് നേതാക്കളൊക്കെ ക്യാമറയ്ക്ക് മുന്നിൽ വന്നിട്ടുണ്ട്. KC വേണുഗോപാലും K സുധാകരനും തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ഒക്കെ ക്യാമറയ്ക്ക് മുന്നിൽ വന്നിട്ടുണ്ട്. പക്ഷേ അവരാരും വി.ഡി. സതീശനെ പിന്തുണച്ചുകൊണ്ട്, വെള്ളാപ്പള്ളിയെ പൂർണ്ണമായും തള്ളിപ്പറഞ്ഞുകൊണ്ടുള്ള, വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് ശരിയായില്ല, അങ്ങനെ പറയാൻ പാടില്ല എന്ന് ഉറപ്പിച്ചു പറയുന്ന ഒരു പ്രസ്താവന നമ്മൾ കാണുന്നില്ല എന്നതാണ് കോൺഗ്രസിനുള്ളിലെ യഥാർത്ഥ ചിത്രം വ്യക്തമാക്കുന്നത്. രമേശ് ചെന്നിത്തലയെ പിന്തുണച്ചുകൊണ്ട്, രമേശ് ചെന്നിത്തലയ്ക്ക് യോഗ്യതയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അതേസമയം ഇതേ നേതാക്കളൊക്കെ വരികയും ചെയ്തിട്ടുണ്ട്. ഇതിൽ പല നേതാക്കളെയും അടുത്തറിയുന്ന, എല്ലാ മുന്നണിയിലും എല്ലാ പാർട്ടിയിലുമുള്ള നേതാക്കളെ അടുത്തറിയുന്ന ഒരാൾ പറയുന്ന ഒരു അഭിപ്രായത്തെ വിലപേശലായി ഞാൻ കാണുന്നില്ല. അത് അദ്ദേഹത്തിന്റെ പ്രതികരണമായി, കൃത്യമായ പ്രതികരണമായിട്ടാണ് ഞാൻ കാണുന്നത്. ഒരു തെരഞ്ഞെടുപ്പ് കാലത്തല്ല ഈ പ്രതികരണം. മുഖ്യമന്ത്രി ആരാണ് എന്നത് സംബന്ധിച്ചുള്ള ചർച്ചകൾ കോൺഗ്രസിൽ തുടങ്ങിയിട്ടില്ല. അത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഹൈക്കമാൻഡ് തീരുമാനിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു സ്ഥാനാർത്ഥിയെ ഉയർത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന രീതിയിലേക്കൊന്നും എന്തായാലും ഇത്തവണ പോകാനും സാധ്യതയില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു കോണ്ടെക്സ്റ്റും ഇല്ല. ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ടെങ്കിൽ ഒരാൾ വന്ന് നടത്തുന്നതിനെ നമുക്ക് വിലപേശൽ എന്ന് പറയാം. പക്ഷേ ഇവിടെ ഒരു കോണ്ടെക്സ്റ്റ് അതിനായിട്ട് ഇല്ല. വെള്ളാപ്പള്ളി നടേശൻ യഥാർത്ഥത്തിൽ തുടങ്ങി വെക്കുകയാണ്. രമേശ് ചെന്നിത്തല കഴിഞ്ഞ 2-2.5 ആഴ്ചയായി സജീവമായിരുന്നു കളത്തിൽ. പല വിഷയങ്ങളിലും അദ്ദേഹം പ്രതികരണങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹവും NSSുമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം തീരുന്നത്. NSSന്റെ പരിപാടിയിൽ പങ്കെടുക്കാൻ പ്രതിനിധി സമ്മേളനത്തിൽ രമേശ് ചെന്നിത്തല പോകുന്നതിനെ നല്ല കാര്യമെന്ന് ആവർത്തിച്ച് പറയുകയാണ് വെള്ളാപ്പള്ളി നടേശൻ. ഇങ്ങനെ ഈ പിണക്കങ്ങളൊന്നും വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല, രമേശ് ചെന്നിത്തല ആ പ്രശ്നം തീർത്തത് നന്നായി, അതുകൊണ്ടാണ് ഞാൻ രമേശ് ചെന്നിത്തലയെ ഇഷ്ടപ്പെടുന്നത്, രമേശ് ചെന്നിത്തലയുടെ പക്വത എവിടെയാണ് കാണേണ്ടത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് തികച്ചും തുറന്നെതിർക്കുകയാണ് വി.ഡി. സതീശന്. വി.ഡി. സതീശൻ കൊള്ളില്ലാത്ത ഒരു നേതാവാണ് എന്നതാണ് ഇന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു വെച്ചതിൻ്റെ ചുരുക്കം. അതായത് ഒരു ഊതി വീർപ്പിച്ച ബലൂൺ പോലെ വി.ഡി. സതീശൻ ഉണ്ടാക്കി വെച്ച ഒരു പ്രതിച്ഛായ ഒറ്റ കുത്തിന് ഇന്ന് വെള്ളാപ്പള്ളി നടേശൻ പൊട്ടിച്ചു. അത് കണ്ട് കോൺഗ്രസിലെ പല നേതാക്കളും ഇരുന്ന് ചിരിക്കുന്നുണ്ടാകണം എന്നുള്ളതാണ് അതിലെ വസ്തുത. അല്ലാത്ത പക്ഷം അവരൊക്കെ പിന്തുണച്ച് വരണമല്ലോ. അഹങ്കാരിയായ നേതാവ്, പക്വതയും മാന്യതയും ഇല്ല, തറ സംസാരമാണ്, എന്തൊക്കെയാണ് പറഞ്ഞത്. യഥാർത്ഥത്തിൽ നമ്മൾ കേട്ടിരിക്കുന്നവർ ഞെട്ടിപ്പോകുന്ന രീതിയിലാണ് അദ്ദേഹം തുറന്ന് എതിർത്തത്. അതിൽ K സുധാകരൻ രമേശ് ചെന്നിത്തലയെ കുറിച്ച് പറയുന്നുണ്ട്, മുഖ്യമന്ത്രിയാകാൻ അയോഗ്യതയില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള സ്റ്റേറ്റ്മെന്റ് K സുധാകരനിൽ നിന്ന് വന്നിട്ടുണ്ട്. വെള്ളാപ്പള്ളിയെ ഭാഗികമായി അല്ലെങ്കിൽ ഒന്ന് തലോടി വിടുന്നത് പോലെ വിമർശിക്കുന്നുണ്ടെങ്കിലും രമേശിന് മുഖ്യമന്ത്രിയാകാൻ അയോഗ്യതയില്ല. AICC വർക്കിംഗ് കമ്മിറ്റി അംഗമല്ലേ, പാർട്ടിയിൽ ഇത് സംബന്ധിച്ചുള്ള ചർച്ചകളൊന്നും തുടങ്ങിയിട്ടില്ല. അപ്പോൾ രമേശിന് അയോഗ്യതയില്ല എന്ന് പറഞ്ഞുകൊണ്ട് K സുധാകരനും ഭംഗ്യന്തരേണ സൂചിപ്പിക്കുന്നത് താൻ ചെന്നിത്തലയ്ക്കൊപ്പമാണ് എന്നത് തന്നെയാണ്. രമേശ് ചെന്നിത്തലയാകട്ടെ ശബരിമലയ്ക്ക് പോയിട്ട് വന്നിട്ടാണെന്ന് തോന്നുന്നു. അദ്ദേഹം നമ്മുടെ ഈ അഭിമുഖത്തിന് ശേഷമാണ് അദ്ദേഹത്തിന് പ്രതികരണം വരുന്നത്. അതും തത്സമയം നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത്, ആര് മുഖ്യമന്ത്രിയാകണം എന്നത് പറയാനുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാ വ്യക്തികൾക്കുമുണ്ട്, ആ വ്യക്തികളുടെ സ്വാതന്ത്ര്യം എന്ന രീതിയിലാണ് വെള്ളാപ്പള്ളി നടേശന്റെ പ്രതികരണത്തെ അദ്ദേഹം കാണുന്നത്. മാത്രമല്ല, താൻ ഇതുവരെ കഴിഞ്ഞ 4 വർഷവും തനിക്കൊരു സ്ഥാനവും ഉണ്ടായിരുന്നില്ല, തന്നെ തഴഞ്ഞിട്ടിരിക്കുകയായിരുന്നു എന്നുള്ളത് പൊതുസമൂഹത്തിൽ ഒന്നുകൂടി ചർച്ചയാക്കുന്നതിനായി അദ്ദേഹം കൃത്യമായി അത് പറയുന്നുണ്ട്. ഒരു സ്ഥാനവും വഹിച്ചുകൊണ്ടല്ല, പക്ഷേ താൻ എങ്ങനെയാണോ മത സാമുദായിക നേതാക്കളുമായി സ്ഥാനമുണ്ടായിരുന്നപ്പോൾ, KPCC പ്രസിഡന്റ് ആയിരുന്നപ്പോൾ, പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ, അതുപോലെ മന്ത്രിസഭയുടെ ഭാഗമായിരുന്നപ്പോൾ
MP ആയിരുന്നപ്പോൾ MLA ആയിരുന്നപ്പോൾ എങ്ങനെയാണോ ഇടപെട്ടിരുന്നത് ആ ഇടപെടൽ അതേപടി തുടരും. അതായത് തനിക്കൊരു മാറ്റവുമില്ല, തനിക്ക് നിലപാട് തിരുത്തേണ്ടതുമില്ല. NSSുമായി ഇടഞ്ഞു നിന്നപ്പോഴും അവരെ അങ്ങോട്ട് പോയി കുത്തിമുറിവേൽപ്പിക്കാൻ ചെന്നിത്തല തയ്യാറായിട്ടില്ല, ചെയ്തിട്ടില്ല എന്ന് വെള്ളാപ്പള്ളി നടേശൻ മറുഭാഗത്ത് അതിനെ എൻഡോഴ്സ് ചെയ്യുന്നുമുണ്ട്. അപ്പോൾ സ്റ്റാൻഡ് ക്ലിയർ ആണ്. രമേശ് ചെന്നിത്തലയോടൊപ്പം തന്നെയാണ് വെള്ളാപ്പള്ളി നടേശൻ. VD സതീശൻ ഇനിയിപ്പോൾ സമുദായ നേതാക്കളുടെ തിണ്ണ നിരങ്ങില്ല എന്ന പ്രസ്താവന പിൻവലിച്ച് ഖേദപ്രകടനം നടത്തിയാൽ വെള്ളാപ്പള്ളി നിലപാട് തിരുത്തുമോ എന്ന് എനിക്കറിയില്ല. എന്തായാലും വെള്ളാപ്പള്ളി നടേശൻ തന്റെ 87 വയസ്സ് പ്രായവും താൻ കണ്ട നേതാക്കളുടെ കാര്യവും ഒക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ അഭിപ്രായങ്ങളെല്ലാം പറയുന്നത്. NSSന്റെ പരിപാടിയിൽ അഭിമാനത്തോടെ പങ്കെടുക്കുമെന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് കൂടി രമേശ് ചെന്നിത്തല ഇന്ന് നടത്തുന്നുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിമർശനത്തിന് അതീതനല്ല, സമുദായ നേതാക്കൾക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നൊക്കെ പറഞ്ഞ് രംഗമൊന്ന് ശാന്തമാക്കാൻ VD സതീശൻ ശ്രമിക്കുമ്പോഴും അദ്ദേഹം മനസ്സിലാക്കേണ്ടത് അദ്ദേഹത്തിന് ചുറ്റും അദ്ദേഹം ഉണ്ട് എന്ന് കരുതുന്ന ആ ഒരു സംരക്ഷണ കവചം അതിൽ വിള്ളൽ വീണ് തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. അല്ലാത്ത പക്ഷം ഇന്ന് ഈ പറഞ്ഞത് രമേശ് ചെന്നിത്തല വേഴ്സസ് VD സതീശൻ എന്ന ഈ വിഷയത്തിൽ ഇന്ന് വെള്ളാപ്പള്ളി നടേശൻ വിമർശിച്ചത് മറ്റേതെങ്കിലും ഒരു നേതാവിനെ ആയിരുന്നെങ്കിൽ ഇങ്ങനെ ആയിരിക്കുമോ പ്രതികരണം എന്നതുകൂടി നമ്മൾ ഓർക്കേണ്ടിയിരിക്കുന്നു. കോൺഗ്രസിനുള്ളിൽ നിന്ന് VD സതീശനെ പിന്തുണച്ചുകൊണ്ട് എന്തുകൊണ്ട് പ്രതികരണങ്ങൾ വരുന്നില്ല? വെള്ളാപ്പള്ളി നടേശനെ പിണക്കാതിരിക്കാൻ വേണ്ടി ചെയ്യുന്നതാണോ, അതോ VD സതീശനെ രണ്ട് കിട്ടട്ടെ എന്ന് കരുതിക്കൊണ്ട് ഇതെല്ലാം കേട്ട് സന്തോഷിച്ച് മിണ്ടാതെ ഇരിക്കുന്നതാണോ എന്നത് വ്യക്തമാകേണ്ടിയിരിക്കുന്നു. ഇതൊരു വിലപേശലായി ഞാൻ കരുതുന്നതേയില്ല. എന്തായാലും ഇന്ന് ആ അഭിമുഖത്തിൽ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത്, അതിനുശേഷം അത് തുടർ പ്രതികരണങ്ങളായി എല്ലാ നേതാക്കളും ഏറ്റെടുക്കുന്നു. പക്ഷേ അതിൽ VD സതീശന് ഇനി പഴയതുപോലെ അതേ ആർജവത്തോടെ വന്ന് നിന്ന് വെല്ലുവിളിക്കാനുള്ള ആ ഒരു സ്റ്റാൻഡ് നഷ്ടപ്പെടുകയാണ് കേരള രാഷ്ട്രീയത്തിൽ എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. ഓരോരുത്തരും എവിടെയാണ് നിൽക്കുന്നത്, ഓരോരുത്തരുടെയും സ്ട്രെങ്ത് എത്രമാത്രമാണ് എന്നത് കൃത്യമായി ക്ലിയറായി വന്നുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ലീഗിന്റെ പിന്തുണ VD സതീശൻ ഉണ്ട് എന്നാണ് VD സതീശൻ കരുതുന്നത്. പക്ഷേ ഇന്ന് കൃത്യമായി നമ്മുടെ അഷ്കർ കൃത്യമായി അതോടൊപ്പം തന്നെ PK കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണമായി ഒക്കെ നമ്മുടെ മുന്നിലേക്ക് വരുന്നത് രമേശ് ചെന്നിത്തലയ്ക്കൊപ്പം നിൽക്കും പഴയ PK കുഞ്ഞാലിക്കുട്ടി, ഉമ്മൻചാണ്ടി, KM മാണി, ആ ഒരു ത്രയം എങ്ങനെയാണോ കോൺഗ്രസിൽ പ്രവർത്തിച്ചിരുന്നത് അതുപോലെ ലീഗിന് നേരത്തെ തരൂരായിരുന്നു, ശശി തരൂരിനെയാണ് അവരുടെ മുഖ്യമന്ത്രി കാൻഡിഡേറ്റായി മനസ്സിൽ കണ്ടിരുന്നതെങ്കിൽ അതിൽ നിന്ന് മാറി രമേശ് ചെന്നിത്തലയ്ക്ക് ഫോക്കസ് അഡ്ജസ്റ്റ് ചെയ്യുകയാണ് ലീഗ് എന്നത് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ മുസ്ലിം ലീഗിനും താല്പര്യം രമേശ് ചെന്നിത്തലയോടാണ്. അപ്പോൾ ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടായിരിക്കുമല്ലോ ഹൈക്കമാൻഡ് ഒരു തീരുമാനം എടുക്കുക. അല്ലാതെ സ്വന്തമായ ഒരു വലയമുണ്ടാക്കി ആ വലയമാണ് കോൺഗ്രസ് എന്ന് തെറ്റിദ്ധരിക്കുന്നവർക്കുള്ള കൃത്യമായ മറുപടി ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഓക്കെ. Meet the editors.